നാളത്തെ പ്രൊമോയിൽ എന്തായാലും ഒരു വഴക്കിനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. ജാസ്മിൻ ജിൻഡോ തമ്മിലുള്ള വഴക്കാണ്. കാരണം എന്താണോ പ്രേക്ഷകർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, പ്രേക്ഷകർക്കിടയിൽ എന്താണോ ചർച്ച ചെയ്യുന്നത്, ജാസ്മിൻ കാരണമാണ് ഗബ്രി പോയത്. ഇവരുടെ ഈ ഒരു പ്രേമ നാടകവും മണ്ണാങ്കട്ടയൊന്നും ഇല്ലായിരുന്നെങ്കിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഗബ്രിക്ക് നന്നായിട്ട് പോയിന്റുകൾ സംസാരിക്കാനും അറിയാം, അതുപോലെ ടാസ്കുകൾ കളിക്കാനും അറിയാം, നന്നായിട്ടെല്ലാം അറിയാം. ഈ ഒരൊറ്റ പ്രേമ നാടകം, ഒരു വൃത്തികെട്ട ഒരു പ്രേമ നാടകം വന്നതുകൊണ്ടാണ് ഇപ്പൊ പുറത്തായിട്ടുള്ളത്. ഇതന്നെയാണ് വീട്ടിനകത്തിരിക്കുന്ന ജിൻഡോയും പറയുന്നത്. നീ ഒരൊറ്റ ഒരുത്തി കാരണമാണ് അവൻ പുറത്തു പോയത്. ഇപ്പൊ നീ അകത്തിരിക്കണം, നിന്റെ ഈ വൃത്തികെട്ട സ്ട്രാറ്റജി നീ കൊണ്ടുവന്നത് കൊണ്ടാണ് നിന്റെ കൂടെ കൂടി അവൻ പുറത്തായത് എന്നുള്ളതാണ്. അപ്പൊ ജാസ്മിൻ ജിൻഡോയുടെ മെക്കിട്ട് കയറുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നാളെ ലൈവില് നമുക്ക് മുട്ടൻ വഴക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നമ്മൾ അതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. പക്ഷെ റിയാലിറ്റി എന്താന്ന് പറഞ്ഞാൽ ജാസ്മിന്റെ ഈ ഒരു വൃത്തികെട്ട നാടകത്തിൽ കൂട്ടുകൂടിയതാണ് ഗബ്രിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഗബ്രിക്ക് മുന്നേ പോകേണ്ട ആളുകൾ ആ വീട്ടിനകത്തുണ്ട്. അല്ലെങ്കിൽ ഇന്നലത്തെ സാറ്റർഡേ എപ്പിസോഡിൽ എന്തുകൊണ്ട് ഗബ്രിയെ പുറത്താക്കിയത്, അല്ലെങ്കിൽ ഇന്ന് ഗസ്റ്റ് റോളിൽ വന്ന രതീഷിനെ പുറത്താക്കിയത്, ഇന്നലെ കഴിഞ്ഞ ദിവസം അത് ചെയ്യായിരുന്നല്ലോ, എന്തുകൊണ്ട് ചെയ്തു ഗബ്രിയെ പുറത്താക്കി? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ചാനലിന്റെ ഭാഗത്തുനിന്ന് വേറൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സിബിൻ വിഷയം പുകഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത്. സോ അതിനെ ഒരു മേക്കപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് ആ വിഷയത്തിൽ നിന്ന് ഒന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയൊന്ന് വ്യതിചലിക്കാനായിട്ട് ഒന്ന് മാറ്റി ചിന്തിക്കാൻ ഗബ്രി ഒന്ന് പുറത്തു വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും, കാരണം ഈ ഒരു പ്രേമ നാടകത്തിന്റെ ആ ഒരു എന്താണ് അത് കാരണം പ്രേക്ഷകരുടെ തീരുമാനമാണ് ചാനൽ എടുക്കുന്നത്. പ്രേക്ഷകരുടെ താല്പര്യം ഗബ്രികളുടെ കോംബോ പൊളിക്കുക, അതിന് ഒരാളെ പുറത്തു വിടുക എന്നുള്ളതാണ്. ഗബ്രി നോമിനേഷനിൽ വരാനും ഉണ്ടോ? സോ എങ്കിൽ പിന്നെ അത് തന്നെ ഇരിക്കട്ടെ, നോമിനേഷനിൽ വന്നല്ലേ തൂക്കി പുറത്തെടുത്തിടുക എന്നുള്ളത് ബിഗ് ബോസും വിചാരിച്ചു കാണും. അതുപോലെ ഗബ്രി നോമിനേഷനിൽ വന്നു, പുറത്തെടുത്ത് ഇട്ടു. അപ്പൊ സിബിൻ വിഷയത്തിൽ ഇത് മുക്കി അല്ല, പ്രേക്ഷകര് എന്താണ് തീരുമാനിക്കുന്നത്? ജബ്രികളുടെ കോമ്പ പൊളിക്കണം, ഇവരെ തൂക്കി വെളിയിൽ ഇറങ്ങണം, ഞങ്ങൾ ഇട്ടു, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് കാണിച്ചു തന്നാണ് ബിഗ് ബോസ്, അല്ലാതെ വേറൊന്നുമില്ല. എന്തായാലും ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള അടി നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.